സത്യം, ധർമ്മം, നീതി ഉറപ്പുവരുത്താൻ നല്ല ചുവന്ന അക്ഷരത്തിൽ സ്റ്റൈലനാണ്. എല്ലാം MBA-ക്കാരും ഒക്കെയാണല്ലോ ചെയ്യുന്നത് ഈവന്റ് മാനേജ്മെന്റ്. അതുകൊണ്ട് നല്ല സ്റ്റൈലാ. ഞാൻ അതിലെ ഒറ്റ ഭാഗം മാത്രം വായിക്കുന്നു. ഇതുവരെ കിഴക്കമ്പലം അറിയപ്പെട്ടിരുന്നത് അന്നയുടെയും കിട്ടക്സിന്റെയും പേരിലായിരുന്നു എങ്കിൽ ഇനി മുതൽ കിഴക്കമ്പലം ഇവിടുത്തെ ജനങ്ങളുടെ പേരിൽ അറിയപ്പെടണം. എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലത്തെ ജനങ്ങളുടെ പേരിൽ അറിയപ്പെടണം. ഓരോ കിഴക്കമ്പലത്തുകാരനും ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാനാകണം, ഇത് എന്റെ കിഴക്കമ്പലം. അവരെഴുതി വച്ചിരിക്കുക. എനിക്ക് അതിനകത്ത് ഒരു സംശയവുമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഇന്ന് കാസർഗോഡും കണ്ണൂരും ഈ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നു. കാസർഗോഡ് നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിലല്ല, കണ്ണൂർ നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിലല്ല സ്നേഹിതരെ. മനുഷ്യത്വങ്ങളായി ജീവിക്കുന്ന മക്കളുടെ പേരിലാണ് കാസർഗോഡും കണ്ണൂരും ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നത്. അവിടെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം 40-50 വർഷം കഴിഞ്ഞാണ് കാസർഗോഡും കണ്ണൂരും ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്നത്. ആ മനുഷ്യത്വങ്ങളുടെ പേരിൽ കിഴക്കമ്പലം അറിയപ്പെടും. ഈ റിപ്പോർട്ട് അനുസരിച്ച് 15-20 കൊല്ലം കൊണ്ട് ഈ കിഴക്കമ്പലം അറിയപ്പെടും, ലോകത്തിന്റെ നെടുകയിൽ അറിയപ്പെടും. ഈ കിഴക്കമ്പലത്തുകാരനും ഇതുപോലൊരു അവസരം വരും. അന്ന് ഈ കിഴക്കമ്പലത്ത് ജനിച്ചിരിക്കുന്ന ആ കാലത്തുള്ളവർ നമ്മളോട് ചോദിക്കും, 1 കിലോ പച്ചക്കറിക്കും 1 കിലോ പഴത്തിനും വേണ്ടി നിങ്ങൾ ചെയ്ത പാചകമാണ് ഈ കാലഘട്ടത്തെ ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോ അതിന് മറുപടി കൊടുക്കാൻ ഈ തലമുറയ്ക്കാവില്ല, നമുക്കാവില്ല. അവിടെ നമുക്ക് പ്രതിഷേധിക്കാനെങ്കിലും കഴിഞ്ഞാൽ ആ പ്രതിഷേധിച്ച മനസാക്ഷിയെങ്കിലും മറവിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മൾ മരണപ്പെടുമ്പോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അതെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരു മനുഷ്യന് വേണ്ടത് അതാണ്. അന്തസ്സും അഭിമാനത്തോടും കൂടെ ജീവിക്കുകയും അവൻ ജനിച്ചവനിൽ ജീവിക്കുമ്പോൾ തന്നെ ആ സമൂഹത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കുവാനുള്ള മനുഷ്യത്വപരമായ വികാരപരമായ ഒരു ശേഷി അവനിൽ ഉണ്ടാകുക എന്നതാണ്. അതെങ്കിലും നമുക്ക് ശേഷിച്ചു വെച്ച് പോകാൻ കഴിയണം. വരും തലമുറ നമ്മളെ കുറ്റപ്പെടുത്തരുത്. ഈ 2 കൊല്ലം മുമ്പ് വരെ 2014 ഏപ്രിൽ മാസം മുതൽ അതിനു മുമ്പ് നമ്മൾ ജീവിച്ചു. നമ്മുടെയൊക്കെ പ്രായം, ആ പ്രായത്തിൽ നിന്ന് 2 വയസ്സങ്ങ് കുറയ്ക്കുക, 1.5 വയസ്സ് കുറയ്ക്കുക. അതുവരെ നാം ഈ മണ്ണിൽ ജീവിച്ചു. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി. അങ്ങനെ ജന്മം നൽകിയത് ഈ 2014 ജനിക്കാൻ പോകുന്ന ഒരു യേശുവിനെ കണ്ടോ ദൈവത്തെ കണ്ടോ അല്ല. ഞാൻ പറയുന്നതല്ലോ, ഇവിടത്തെ കുറെ ആളുകൾ പറയുന്നത് കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ച സോറി, അവരൊന്നും ചേർന്ന വാക്കല്ലത്. ഇന്നീ പറയുന്ന ഈ വ്യക്തിയുടെ ഇവരെ കണ്ടുകൊണ്ട് ഇതുപോലുള്ള രക്ഷകൻ വരുമെന്ന് കണ്ടുകൊണ്ടല്ല നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ ജന്മം നൽകിയത്. നാം അധ്വാനിച്ച് ജീവിച്ചു. അതിന് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്ന നമ്മുടെ മുമ്പിൽ നമുക്ക് വില പറയാൻ വന്നിരിക്കുന്നു. ആ വില പറയാൻ നമുക്ക് സമ്മതിക്കാൻ കഴിയുമോ? സമ്മതിക്കാൻ കഴിയില്ലെന്നാണ് എന്റെ അഭിപ്രായം. സമ്മതിക്കരുതെന്നാണ് എന്റെ വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. സ്നേഹിതരെ, നമ്മൾ ജനിച്ച മണ്ണ് അവൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. അപ്പുറത്തെ വിലങ്ങ കിട്ടസ് കമ്പനിയിൽ അവന്റെ മലിനജലം ഒഴുക്കി 1000 ഏക്കർ സ്ഥലം അവന്റെ കൈവശപ്പെടുത്തി. ഇവിടെയും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു. ആ ഒഴുകുമ്പോ അവസാനം ഗതികെട്ട് കുറെ പ്രതിഷേധിച്ച് അവസാനം നമ്മളെല്ലാം അവന്റെ കിങ്കരന്മാർ വന്ന് വില പറയുമ്പോൾ ഭൂമിയും കൊടുത്തി നാട് വിട്ടു പോകും. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അവനെ പോലെ നമുക്കും അവകാശമുണ്ട്. അവൻ അമേരിക്കയിലെല്ലാം ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനവൻ പറഞ്ഞു, കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് പറഞ്ഞു. പണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ പലരും അത് വിശ്വസിച്ചില്ല. അന്ന് അവൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഇവൻ ഈ കമ്പനി ഇവിടെ സ്ഥാപിക്കും, ഇവന്റെ 3 പ്ലാന്റുകൾ കൂടി ഇവിടെ കൊണ്ടുവരും, അതിന്റെ ദുരിത ഫലങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. പക്ഷേ 3 ആഴ്ച മുമ്പ് അവൻ ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ അവൻ പറഞ്ഞത്, എന്റെ കമ്പനി അമേരിക്കയിലെ വലിയ കുത്തകകളുമായി എഗ്രിമെന്റ് വെച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോ കുട്ടിയുടുപ്പുകളുടെ കാര്യത്തിൽ, കുട്ടികൾ ഇടുന്ന ഉടുപ്പ്, കുട്ടിയുടുപ്പുകൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇടുന്ന ആ ഉടുപ്പുകളുടെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഞാൻ 3-ാം സ്ഥാനത്താണ്. അത് അവൻ അവകാശപ്പെടുന്നതാണ്, നമുക്കറിയത്തില്ല. അവൻ തന്നെ പറയുന്നു 2020 വരുമ്പോ ഞാൻ ലോകത്ത് 1-ാം സ്ഥാനത്ത് വരും. കിട്ടക്സ് കമ്പനി ലോകത്ത് 1-ാം സ്ഥാനത്ത് വരും. അങ്ങനെ കിട്ടക്സ് ലോകത്ത് 1-ാം സ്ഥാനത്ത് വരുമ്പോ എന്തുണ്ടാകണം? എന്റെ ഉൽപാദനം 5 ഇരട്ടിയായി വർദ്ധിക്കണം. എന്റെ ഉൽപാദനം 5 ഇരട്ടിയായി വർദ്ധിക്കണമെങ്കിൽ എന്റെ കമ്പനിയിലെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരുമ്പോ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കണം. എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് ഡൈ യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചേ പറ്റൂ. ആ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുമ്പോ ഇന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യത്തിന്റെ
ചിരട്ടിയായി മാലിന്യം മാറും നമുക്കറിയാം. അങ്ങനെ മാലിന്യം മാറുമ്പോ ഈ സമൂഹത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും? നാം ആലോചിക്കേണ്ട വലിയ അറിവൊന്നും ഈ കാര്യത്തിന് വേണ്ട. വലിയ അറിവുകളോ കണക്കുകൂട്ടലുകളോ ഒന്നും വേണ്ട.